വെൽക്കം ബാക്ക്. നമ്മൾ ഈ സെഷനിൽ രണ്ടാമത്തെ പ്രോബ്ലം മുതൽ എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം ഇത് ഏത് ഫോം ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും. എന്താണ് ഈ ഐഡിയ? ഇതെന്ന് പറഞ്ഞാൽ സംതിങ് സ്ക്വയർ മൈനസ് സംതിങ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഒരു ഫോമിലേക്ക് മാറ്റിയാൽ മതി അല്ലെ? സോ ഇവിടെ ഫസ്റ്റ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4p സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2p സ്ക്വയർ മൈനസ് ഇവിടെ 9q സ്ക്വയർ എന്ന് പറഞ്ഞാലോ 3q ദ ഹോൾ സ്ക്വയർ ആണ് വരിക അല്ലെ? കാരണം 4p എന്ന് പറഞ്ഞാൽ 2pന്റെ സ്ക്വയർ ആണ്. ഇവിടെ 4 ഇവിടെ p സ്ക്വയർ കണ്ടോ, കറക്റ്റ് ആയിട്ട് വരും. സോ അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും 3q ദ ഹോൾ സ്ക്വയർ ആണ് 9q സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്? a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ നമുക്ക് എന്ത് ചെയ്യാം? 2p പ്ലസ് 3q ഇൻറ്റു 2p മൈനസ് 3q. ഇതാണ് എന്ത്? ഇതിന്റെ ഫാക്ടറൈസ്ഡ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ? സോ ഇനി ഇങ്ങനെയുള്ള എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ രണ്ട് ടേം മാത്രമാണെങ്കിൽ നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ആയിരിക്കും എന്നുള്ളത് മാത്രമാണ്. ഇങ്ങനെ രണ്ടെണ്ണം വരുന്ന സമയത്ത് സംടൈംസ് ഇവിടെ എ റേസ് ടു 4 മൈനസ് ബി റേസ് ടു 4 തരാം. അപ്പോഴും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ടേമിന് എക്സ്ട്രാ ആയിട്ട് ഒരു സ്ക്വയർ വരും. എ സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 63a സ്ക്വയർ മൈനസ് 112b സ്ക്വയർ ഇതാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബേസിക്കലി 63a സ്ക്വയർ മൈനസ് 112b സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം 63a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും റൂട്ട് 63a ദ ഹോൾ സ്ക്വയർ മൈനസ് റൂട്ട് 112b ദ ഹോൾ സ്ക്വയർ. ഇതാണ് വരിക. അതെങ്ങനെ കിട്ടുക? ഒന്നുമില്ല, 63 എന്ന് പറഞ്ഞാൽ അതിന് സ്ക്വയർ റൂട്ട് ഇല്ല, ശരിയല്ലേ? അതേപോലെ 63 എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ അല്ല, 112 അല്ല, 121 ആയിരുന്നു, പക്ഷെ 112 ആണ് ചോദിച്ചത് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാൻ പറ്റും എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 63a പ്ലസ് ബി ഓക്കെ. സോ ദിസ് ഇസ് എ പ്ലസ് ബി ഫോം ആയിട്ടുണ്ട്. അതേപോലെ എ മൈനസ് ബി റൂട്ട് 63a മൈനസ് റൂട്ട് 112b. ഓക്കെ, സോ ദിസ് ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം. ഓക്കെ, ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? സംതിങ് സ്ക്വയർ മൈനസ് സംതിങ് സ്ക്വയർ ആക്കിയാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫാക്ടറൈസ് 49x സ്ക്വയർ മൈനസ് 36. എന്താ ചെയ്യുക? ദിസ് ഇസ് ഈക്വൽ ടു 49x സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് 7x ദ ഹോൾ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ അല്ലെ? 7x ദ ഹോൾ സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി 7x മൈനസ് 6. ഇതാണ് എന്ത്? ഫൈനൽ ആയിട്ടുള്ള ആൻസർ. അപ്പൊ നിങ്ങൾ ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി മൾട്ടിപ്ലൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7x ഇൻറ്റു 7x 49x സ്ക്വയർ വരും. പിന്നെ അതേപോലെ മൈനസ് 6 ഇൻറ്റു പ്ലസ് 6 മൈനസ് 36 വരും. അതിന്റെ ഇടയിൽ 7x ഇൻറ്റു മൈനസ് 6ഉം 7x ഇൻറ്റു പ്ലസ് 6ഉം പരസ്പരം ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ 16x റേസ് ടു 5 മൈനസ് 144x ക്യൂബ്. പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോം ഡയറക്റ്റ് കിട്ടുന്നില്ല, ശരിയല്ലേ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഡയറക്റ്റ് കിട്ടുന്നില്ല. ബട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്താൽ ഇതിൽ എന്തുണ്ട്? കോമൺ ഫാക്ടേഴ്സ് കാണാൻ പറ്റും. എന്താ കോമൺ ഫാക്ടേഴ്സ്? ഇവിടെ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു 3 ഇൻറ്റു 16x സ്ക്വയർ മൈനസ് 144 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാൻ പറ്റണേ? അപ്പൊ അത് എങ്ങനെ എഴുതാൻ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ മുമ്പ് ഒരു സ്റ്റെപ്പ് കൂടി നമുക്ക് എഴുതാം അല്ലെ? സോ ഇതിന്റെ മുമ്പ് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. 16x ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് 5x അല്ലെ? മൈനസ് 144 ഇൻറ്റു
എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ 16ഉം 144ഉം വരെ വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. എങ്ങനെ ഔട്ട് സൈഡ് എടുക്കുക? ഇവിടെ നമുക്ക് ഈ 16 എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് ടേമിലും കോമൺ ആണ്. രണ്ട് ടേമിലും കോമൺ ആണ്. ഇപ്പം ഇത് 16 ഇൻറ്റു 10 എത്രയാ? 160. 16 ഇൻറ്റു 9 എത്രയാ? 144. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. സോ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് മാറ്റാം. എന്നിട്ട് ഇതാ, ഓക്കെ, സോ ഇതിനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു എന്താ പറയാ, ഇവിടെ കോമൺ ആയിട്ട് x⁻³ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം അല്ലെ. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും 16 ഇൻറ്റു x² മൈനസ് 16 ഇൻറ്റു 9 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. 16 ഇൻറ്റു 9 അല്ലെ. സോ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു എന്നൊക്കെ പറഞ്ഞ് എഴുതാട്ടോ. പക്ഷെ ഇത് എന്തെങ്ങനെ എഴുതാതിരിക്കുന്നത്? കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. സിമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ടാണ് വെറുതെ റിപ്പീറ്റ് ചെയ്ത് എഴുതാത്തത്. കാരണം നിങ്ങൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഈ രീതിയിൽ എന്താ പറയുക ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ചെയ്തില്ലേ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിൽ ഒരുപാട് പ്രോബ്ലംസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെറുതായിട്ട് ഇതാ നമുക്ക് ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഇതാ നോക്കിയേ, ഇവിടെ ഇപ്പൊ നോക്കിയേ 15ഉം 25ഉം ആണെങ്കിൽ 3 ഇൻറ്റു 5 ഇൻറ്റു, പിന്നെ 25 ആണ് 5 ഇൻറ്റു 5, 9 ആണ് 3 ഇൻറ്റു 3. ഈ രീതിയിൽ ഓരോന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ഈ രീതിയിൽ കുറെ നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യൂല. കാരണം കോമൺ ടേം ഒക്കെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈസി ആയിട്ട് നിങ്ങൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അതായത് ഈ ക്വസ്റ്റ്യനിൽ 49 അല്ലെ. സോ നെക്സ്റ്റ് വൺ ദിസ് വൺ, ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 16ഉം 144ഉം കോമൺ ആയിട്ട് ഈസി ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ 16 എന്ന് പറയുന്ന ടേം ഇവിടെ നിങ്ങൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കിയാൽ ദിസ് ഇസ് ഈക്വൽ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദിസ് ഇസ് ഈക്വൽ നമുക്ക് പറയാൻ പറ്റും 16 ഇൻറ്റു എന്താ പറയാ x³ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. 16 ഇൻറ്റു x³ നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ബ്രാക്കറ്റിൽ വരും എന്താണ്, x² മൈനസ് 9 എന്നാണ് വരിക. x² മൈനസ് 9 എന്നാണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു 16x³ ഇൻറ്റു, ഇനി ഇത് a² മൈനസ് b² ഫോമാണ് അല്ലെ, a² മൈനസ് b² ഫോമാണ്. സോ ഈ 9നെ ബേസിക്കലി നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്ത്, x² മൈനസ് 3² എന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അതിന്റെ പുറത്ത് എന്ത് തന്നെ വേണം, 16x³ വേണം. 16x³ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഫൈനൽ ആൻസർ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് x+3 ഇൻറ്റു x മൈനസ് 3 എന്നാണ് വരിക. x+3 ഇൻറ്റു x മൈനസ് 3. സോ ഇതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് സപ്പോസ് ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ഡൗട്ട് യു ക്യാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ ദിസ് ടേം. നിങ്ങൾ നോക്കി 16 ഇൻറ്റു ഈ ഹയസ്റ്റ് പവർ ടേം നോക്കി കഴിഞ്ഞാൽ x³ ഇൻറ്റു x ഇൻറ്റു x 16x⁵5 വരും ആസ് ഇൻ ദ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് പൊസിഷൻ അല്ലെങ്കിൽ എക്സ് ഇവിടെ ഇല്ലാത്ത അല്ലെങ്കിൽ ഇവിടെ ഉള്ള കോൺസ്റ്റന്റ് -3 ഇൻറ്റു +3 -9 ഇൻറ്റു 16x³ എന്ന് പറയുമ്പോൾ -144x⁵3 എന്ന് വരും. ഇത്രയേ ഉള്ളൂ, സംഭവം കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ, ഇതിൽ l+m² മൈനസ് l−m² എന്നാണ് പറയുന്നത്. സോ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയത് ഐ തിങ്ക് യു മൈറ്റ് ബി റിമെമ്പറിങ്. എന്താ നമ്മൾ പറഞ്ഞത്, a+b² മൈനസ് 2, ആക്ച്വലി -2ab അല്ല, സോ -4ab ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു a−b² എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ -4ab അതർ സൈഡിലോട്ട് കൊണ്ടുപോവാം. ദാറ്റ് മീൻസ് യു വിൽ ബി ഗെറ്റിംഗ് a+b². സോ അത് നമുക്ക് ഇവിടെ എഴുതാം, a+b² മൈനസ് ഈ ടേം ഇങ്ങോട്ട് കൊണ്ടുവരിക അല്ലെ, ഈക്വൽ ടു ഇവിടെയുള്ള പോസിറ്റീവ് ടേം ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആയിട്ട് മാറും. സോ യു ക്യാൻ ഗെറ്റ് a−b². സോ ദിസ് ഇസ് ഈക്വൽ, ഈ മൈനസ് ടേം ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, +4ab എന്നാണ് വരിക. സോ ജസ്റ്റ്
ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഈ ടേം ആണ് ഇവിടെ എഴുതാനുള്ളത്. ജസ്റ്റ് നമ്മുടെ ഇതിന്റെ ആൻസർ വരെ എന്താണെന്നറിയോ, ദിസ് ഇസ് ഈക്വൽ ടു 4lm എന്നാണ് വരിക. പ്രോബ്ലം ഈസ് ഡൺ. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റും. 4lm എന്ന ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു a+b² a-b² എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്തിനാ കിട്ടുക, 4lm ആണ് വരിക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അത് കാണിക്കാം. എങ്ങനെയാണെന്നറിയോ? സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, 4lm. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ്പാൻഡ് ചെയ്തും ചെയ്ത് കാണിക്കാം. l+m² l-m² എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം a+b ഫോം ഉള്ള പോലെ l+m² എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം l² + 2lm + m² മൈനസ്, ഇനി എന്ത് ചെയ്യുക, ഈ രണ്ടാമത്തെ ടേം a-b ഫോം എന്ന് പറഞ്ഞാൽ l² - 2lm + m², ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വിച്ച് ഇസ് ഈക്വൽ ടു l² - -l². ഈ മൈനസും കൂടി എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. സോ +2lm എന്ന് വരും. ഈ മൈനസും പ്ലസും കൂടി മൈനസ് ആയിട്ട് മാറും. സോ -m² എന്നാണ് വരിക. ദാറ്റ് മീൻസ് l² ഉണ്ട്, -l² ഉണ്ട്, m² ഉണ്ട്, -m² ഉണ്ട്. ഇതൊക്കെ കട്ടായി പോയി അല്ലെ? സോ ഫൈനലി 2lm + 2lm എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു 4lm എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. 4lm, 4 × l × m. അപ്പൊ ഇവിടെ ഫാക്ടേഴ്സ് ഏതാന്ന് ചോദിച്ചാൽ 4 ഫാക്ടർ ആണ്, l ഫാക്ടർ ആണ്, m ഫാക്ടർ. അതേപോലെ ഇവിടെയും ഇത് സെയിം തന്നെയാണ് വരിക, 4lm എന്നാണ് വരിക. ഇനി നമുക്ക് അടുത്ത വിഷയം. ഓക്കെ, സോ ഇവിടെ നമുക്കുള്ളത് 9x² y² - 16 ആണുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്താ പറയാ, രണ്ട് ടേമേ ഉള്ളൂ. സോ പോസിബിളി a² - b² ഫോം ആണ് കിട്ടുക. സോ അത് നമുക്ക് ജസ്റ്റ് അങ്ങ് എഴുതിയാൽ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എവറി ടേം 3xy² മൈനസ് ദിസ് ഇസ് ആക്ച്വലി 4² ആണ് വരിക. സോ ദിസ് ഇസ് ഈക്വൽ ടു 3xy plus 4 into 3xy minus 4 എന്നാണ് വരിക. So that is it. The problem is done. 3xy plus 4 into 3xy minus 4. ഈസി അല്ലേ? ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതില് x² - 2xy plus y² minus z² എന്നാണ് തന്നിട്ടുള്ളത്. സോ യു മൈറ്റ് ബി റിമെമ്പറിങ് ദിസ് ഫോം അല്ലെ? ആ ഒരു ടൈപ്പ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. a² - 2ab plus b² ഫോം ആണ് അത്. a² - 2ab plus b². സോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു x minus y the whole square minus z² എന്നാണ് വരിക. ഇനി ഇങ്ങനെ രണ്ട് ടേം മാത്രം തരികയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. കുറച്ച് മുമ്പുള്ള പ്രോബ്ലം മുതൽ രണ്ടെണ്ണമായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? സോ രണ്ട് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് സ്ക്വയർ മൈനസ് സംതിങ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സാക്ട്ലി ലൈക്ക് a² - b². a² - b² ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദിസ് ഇസ് a minus b into a plus b അല്ലെങ്കിൽ a plus b into a minus b. സോ നമ്മൾ ഇതുവരെ എഴുതിയ പോലെ a plus b into a minus b x minus y minus z എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കണ്ടോ ഇവിടെ നിങ്ങൾ നോക്കിയേ, a plus b, ഇവിടെ a എന്ന് പറഞ്ഞാൽ ഈ x minus y ആ, into a minus b. കണ്ടോ, into a minus b. അപ്പൊ ഇത് നമുക്ക് കുറച്ചുകൂടി എന്താ പറയാ ബ്രാക്കറ്റ് ഒക്കെ ഒഴിവാക്കി എഴുതാൻ പറ്റും. this is x minus y plus z into x minus y minus z. That's it. That is the problem. Okay, easy അല്ലേ? ഇനി നമുക്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ. ആക്ച്വലി 8th one, 7 കഴിഞ്ഞു 8th one. 8th one നമുക്ക് തന്നിട്ടുള്ളത് 25a² minus 4b² plus 28bc minus 49c² അല്ലേ? സോ ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പറ്റും? ഇവിടെ ഇപ്പൊ നമ്മള് bc ഉള്ളത് കൊണ്ട് ഇത്
ബി സ്ക്വയർ മൈനസ് അല്ലെങ്കിൽ എന്താ പറയാ ഇവിടെ എ സ്ക്വയർ 2ab ബി സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ടേം നമുക്ക് എന്താ പറയാ മേ ബി എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിൽ നമുക്ക് മാറ്റാം, അല്ലെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഉണ്ടാവുക. സോ ഇത് ഇവിടെ നോക്കിയേ എ സ്ക്വയർ അല്ലെങ്കിൽ ബി സ്ക്വയർ 2bc അതേപോലെ സി സ്ക്വയർ ഫോം വന്നിട്ടുണ്ട്. സോ ദിസ് ഷുഡ് ബി എ സിംഗിൾ ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം നമുക്കിത് സിംഗിൾ ടേം ആയിട്ട് എടുക്കണം. രണ്ടും ബാക്കിയുള്ള ഇത്രയും ടേം നമുക്ക് എന്ത് ചെയ്യണം, അത് വേറൊരു ഗ്രൂപ്പ് ആയിരിക്കും. ഏതുപോലെ എന്നറിയോ, നമ്മൾ കുറച്ച് മുമ്പ് ഏതായിരുന്നു ഇതാ ഇവിടെ നമ്മൾ ഇതല്ല ഇതിന്റെ മുമ്പ് ദിസ് വൺ ഇവിടെ നമ്മൾ ആദ്യത്തെ 3 ടേം സംതിങ് സ്ക്വയർന്ന് കിട്ടി. അവസാനത്തത് എന്ത് ചെയ്തു, ഒരു ടേം. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരാൻ ചാൻസ് ഉള്ളത്. കാരണം ഈ 3 ടേം എന്താ ഉണ്ടാവുക, അത് ഒരു സംതിങ് സ്ക്വയർ, ഇത് സംതിങ് സ്ക്വയർ. ആ രീതിയിൽ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു ഏറ്റവും ആദ്യം ദിസ് ഇസ് 5a the whole square minus നമ്മൾ ഈ നെഗറ്റീവ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ this is 4b square minus 28bc. why minus 28bc? എന്താ മൈനസ് വന്നത്? ഒന്നുമില്ല, ഇവിടെ നമ്മൾ ഈ നെഗറ്റീവ് ഔട്ട്സൈഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എന്ത്, ഈ നെഗറ്റീവ് പോയി കഴിഞ്ഞാൽ ഈ പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ്. കണ്ടോ, അപ്പൊ പ്ലസ് എന്തായിട്ട് മാറും, നെഗറ്റീവ് പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആവും, മൈനസ് പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് ഗെറ്റ് ദ എക്സാക്ട്ലി സെയിം ഇക്വേഷൻ ആസ് ഇൻ ദ ക്വസ്റ്റ്യനിലുള്ള അതേ ഇക്വേഷൻ കിട്ടണം. അത്ര മാത്രമേ ഇവിടെ പറയാനുള്ളൂ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് ഇത് തന്നെ കിട്ടും. സത്യത്തിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഒരു ഫോം കിട്ടുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ കിട്ടുന്നുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പൊ നിങ്ങൾ നോക്കിയേ, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ കറക്റ്റ് എക്സാക്ട്ലി ദ സെയിം ഫോമിലേക്ക് മാറി വന്നിട്ടുണ്ട് അല്ലെ. സോ ദിസ് ഇസ് നമുക്ക് എഴുതാൻ പറ്റുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 5a the whole square minus ഇവിടെ നമുക്ക് ഇനി ഓരോ ടേമിനെ നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഇസ് 2b the whole square minus 2 into എന്താ പറയാ, a എന്ന് പറയുമ്പോ ഇവിടെ എന്താണ് നോക്കുക, b എന്ന് പറയുമ്പോ എന്താ നോക്കുക, ലാസ്റ്റ് 7c സ്ക്വയർ ആണ് വരിക. കണ്ടോ, ഇവിടെ ഇപ്പൊ നമ്മൾ ചെയ്തത് 7c സ്ക്വയർ ആണ് ഇവിടെ വരിക. 7c the whole square എന്ന് പറഞ്ഞാൽ 28bc എന്ന് പറയുമ്പോൾ 2 into a എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം 2b ആണ് വരിക. അതേപോലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 7c ആണ് വരിക. കണ്ടോ, 7c. ഇത് നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ നോക്കി, 2 into 2 4 into 7 28 നെഗറ്റീവ് 28 വരും. അതേപോലെ ഇവിടെ ബി സിയും വരും. സോ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താം. ദാറ്റ് മീൻസ് 5a the whole square minus ഇനി നമുക്ക് ഇവിടെ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് 2b മൈനസ് എന്താ പറയാ 2b മൈനസ് 7c ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണിത്. എ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോം ആണിത്. ദാറ്റ് മീൻസ് ദ ഫൈനൽ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഇത് ഇപ്പൊ ഏത് ഫോമായി, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്താ വരിക, എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. സോ ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു 5a പ്ലസ് 2b മൈനസ് 7c എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ അല്ലേ. ഇനി അടുത്ത ടേം ഇത് പലരും തെറ്റിക്കാറുണ്ട്. എങ്ങനെയാണ് തെറ്റിക്കുന്നത്, ഇവിടെ നമുക്ക് പറയാൻ പറ്റും 5a മൈനസ് ഈ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഈ നെഗറ്റീവ് നമ്മൾ കൊടുക്കുമ്പോൾ നോക്കി ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2b എന്ന് പറയുന്നത് മൈനസ് 2b ആയിട്ട് മാറും. 2b എന്ന് പറയുന്നത് മൈനസ് 2b ആയിട്ട് മാറും. മാത്രമല്ല ഈ മൈനസ് മൈനസ് എന്ന് പറയുമ്പോൾ പലരും തെറ്റിക്കും, അത് പ്ലസ് ആയിട്ട് മാറും. സോ ഇവിടെ വരിക പ്ലസ് 7c എന്നാണ് വരിക. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. കണ്ടോ, ഇവിടെ നമ്മൾ 5a പ്ലസ് 2b മൈനസ് 7c പ്ലസ് വരുമ്പോൾ ഒരു മാറ്റമില്ല. 5a മൈനസ് 2b മൈനസ് മൈനസ് പ്ലസ് ആയിട്ട് മാറി. ഇത് പലരും തെറ്റിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യാതെ ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റ് ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഓഫ്
ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു കോമൺ ടേം നമുക്ക് ആദ്യം തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? സോ ദിസ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ കാണാൻ പറ്റുന്നത് എക്സ് ഇവിടെ കോമൺ ആണ് അല്ലെ. എക്സ് ഇവിടെയും ഉണ്ട്, എക്സിന്റെ എക്സ് ആണ് ഇത്, ഇത് എക്സ് ആണ്. എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവുക എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നതാണ്. എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് ബി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, സോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ടേം ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും, എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് ബി എന്ന് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 2 എടുക്കുകയാണെങ്കിൽ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, കോമൺ ടേം ആയിട്ട് നമുക്ക് ഇവിടെ എന്താണ് എടുക്കാൻ പറ്റുക, 7 കോമൺ ടേം ആയിട്ട് എടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു എന്താ പറയാ പി സ്ക്വയർ പ്ലസ് 7 ഇൻറ്റു 3 ഇൻറ്റു ക്യൂ സ്ക്വയർ എന്ന് നമുക്ക് ആദ്യമേ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 7 ഇൻറ്റു പി സ്ക്വയർ പ്ലസ് 3 ക്യൂ സ്ക്വയർ എന്നാണ് പറയാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോബ്ലംസ് നമുക്ക് എന്താ പറയാ ഈ കോമൺ ടേം ഔട്ട്സൈഡ് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആ ഒരു ഫോമിലേക്ക് എഴുതാതെ സം ടേംസ് പുറത്തെടുക്കാൻ പറ്റിയ പ്രോബ്ലംസ് ഉണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഏതായിരുന്നു? ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന അറിയാം. ഇവിടെ ഇപ്പൊ നോക്കിയേ 63 എ സ്ക്വയർ മൈനസ് 112 ബി സ്ക്വയർ. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമൺ ടേം ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അതർ മെത്തേഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കിത് എന്താ പറയാ കുറച്ചുകൂടി നല്ല മെത്തേഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 63 എ സ്ക്വയർ മൈനസ് 112 ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റുന്നത് 63 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇൻറ്റു 3 ഇൻറ്റു 3 ആണ്, ഇൻറ്റു എന്താ പറയാ എ ഇൻറ്റു എ മൈനസ് 112 എന്ന് പറയുമ്പോൾ എന്താ പറയുക 112 എന്ന് പറയുമ്പോൾ നമുക്കത് ഇവിടെ ചെയ്ത് നോക്കാം. 112 ബൈ 7 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ബാക്കി 42-ല് 6 വരും അല്ലെ. 16 ഇൻറ്റു 7 17 70 6 42 അല്ലെ. സോ കറക്റ്റ് ആണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8 വരും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വരും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും അല്ലെ. സോ 2 പവർ 4 ആണ് 16, 2 പവർ 4 ഇൻറ്റു 7 ആണ് വരിക. സോ നിങ്ങൾ നോക്കിയേ 7 ഇൻറ്റു പിന്നെ 2 ഇൻറ്റു 2 ഇൻറ്റു 4 പ്രാവശ്യം അല്ലെ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു ബി ഇൻറ്റു ബി, ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ കോമൺ ടേം ഔട്ട്സൈഡ് എടുക്കാം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 7 ഇൻറ്റു ഇവിടെ ബാക്കി എന്താ ഉള്ളത് 9a സ്ക്വയർ അല്ലെങ്കിൽ 3a ദ ഹോൾ സ്ക്വയർ, 3a ദ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ 7 പോയി കഴിഞ്ഞാൽ ഇവിടെ 2 ഇൻറ്റു 2 സ്ക്വയർ ആണ്, 2 ഇൻറ്റു 2 2 ഇൻറ്റു 2. അപ്പൊ ഇത് ഇൻറ്റു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൈനസ് 4b ദ ഹോൾ സ്ക്വയർ എന്നാണ് പറയാൻ പറ്റുക. 4b ദ ഹോൾ സ്ക്വയർ. അപ്പോ 16 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 16 7 എന്തെന്ന് പറയുന്നത് 16 7 112. സോ നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു ഇനി എങ്ങനെ ചെയ്യാ 3a മൈനസ് എന്നുള്ളത് 3a കണ്ടോ 7 ഇൻറ്റു 3a പ്ലസ് 4b ഇൻറ്റു 3a മൈനസ് 4b. സോ ചില പ്രോബ്ലംസ് നമുക്ക് ഈ രീതിയിൽ കോമൺ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതുണ്ട്. സോ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സോ ഇത് തെറ്റൊന്നുമല്ല. കാരണം ഇതിൽ നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഒരു നല്ലൊരു ആൻസർ എന്ന് പറയുമ്പോൾ അതാ നോക്കി ഇവിടെ നമ്മൾ 7 ഔട്ട്സൈഡ് എടുത്തു, അപ്പോൾ സംതിങ് ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ വന്നു. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നീറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതിന്റെ ബാക്കി അതായത് 3ന്റെ ബാക്കി പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെയായിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് വൺ. ഇവിടെ 2x ക്യൂബ് പ്ലസ് 2x y സ്ക്വയർ പ്ലസ് 2x z സ്ക്വയർ എന്നാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ബൈ ഒബ്സർവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ ടേമിലും 2 കോമൺ ആണ്, എല്ലാ ടേമിലും എക്സും കോമൺ. എക്സ് സ്ക്വയർ ഇല്ല, കാരണം ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെയും എക്സ് മാത്രമേ ഉള്ളൂ, ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട് അല്ലെ. സോ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എഴുതാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു 2x ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കി എക്സ് സ്ക്വയർ ഉണ്ടാവും, അതേപോലെ തന്നെ ഇവിടെ വൈ സ്ക്വയർ ഉണ്ടാവും, അതേപോലെ ഇവിടെ എന്തുണ്ടാവും, സെഡ് സ്ക്വയർ ഉണ്ടാവും. അപ്പോ 2x ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ എന്നാണ് വരിക. സോ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റൂല. സോ ദ ഫാക്ടേഴ്സ് ഫോർ ദിസ് ടേം ഈസ് 2 ഇൻറ്റു 2x ആൻഡ് ദിസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇതില് ജസ്റ്റ് ബൈ ദ ഒബ്സർവേഷൻ നമുക്ക് കാണാൻ പറ്റും ആദ്യത്തെ 2 ടേമില് എന്താ പറയാ, എം സ്ക്വയർ കോമൺ ആണ്. രണ്ടാമത്തെ ലാസ്റ്റത്തെ 2 ടേമില് എൻ സ്ക്വയർ കോമൺ ആണ്. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പുറത്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റും ലാസ്റ്റും ടേമിൽ എ കോമൺ ആണ്, സെക്കൻഡും തേർഡും ടേമിൽ ബി കോമൺ ആണ്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, നിങ്ങൾ ഇഷ്ടമാണ്. സോ എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തന്ന ഓർഡറിൽ തന്നെ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഏറ്റവും ആദ്യം നമ്മൾ എം സ്ക്വയർ ഇൻറ്റു ബാക്കി എ പ്ലസ് ബി, അതേപോലെ പ്ലസ് എൻ സ്ക്വയർ ഇൻറ്റു ബി പ്ലസ് എ. ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, എ പ്ലസ് ബി തന്നെയാണ്. സോ ഇവിടെ നമ്മൾ ബി പ്ലസ് എ നല്ല എ പ്ലസ് ബി എന്നാണ് എഴുതിയത്, അതൊക്കെ നമ്മൾ ഇഷ്ടമാണ്. സോ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്താ കിട്ടുക, എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ, എന്നിട്ടോ ഇവിടെയുള്ള എ പ്ലസ് ബി കോമൺ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എ പ്ലസ് ബി എന്ന് എഴുതാൻ പറ്റും. സോ നിങ്ങൾ എന്താ പറയാ, എ എന്ന് പറയുന്ന ടേം ആദ്യത്തെയും നാലാമത്തെയും ടേം എന്ന് എടുത്തു കഴിഞ്ഞാലും ഇതേ ആൻസർ ആണ് കിട്ടുക, ഒരു മാറ്റവും ഇല്ല. സോ ഇറ്റ് ഈസ് അപ് ടു യു ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ, ബിക്കോസ് ഇൻ എനി ഓഫ് ദിസ് മെത്തേഡ് യു ക്യാൻ ടേക്ക് കോമൺ ടേംസ്. ഏത് മെത്തേഡ് ആയാലും കോമൺ ടേം ഇവിടെയാണ് എം സ്ക്വയർ എടുത്തു, എൻ സ്ക്വയർ എടുത്തു, ഇവിടെയാണെങ്കിൽ എയും അതേപോലെ എയും എടുക്കുക, ഇവിടെ ബിയും കോമൺ എടുക്കുക, രണ്ടാലും സെയിം ആ. എന്തായാലും ആൻസർ കിട്ടുക എ പ്ലസ് ബി ഇൻറ്റു എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എൽ എം പ്ലസ് എല്ലിലെ എൽ എം പ്ലസ് എല് പ്ലസ് എം പ്ലസ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഈ എൽ എന്ന് പറയുന്ന ടേം ആദ്യം തന്നെ പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ എം പ്ലസ് 1 ആണ് ഉണ്ടാവുക. ഇവിടെ എല്ല് പോലെ എം വരും, ഇവിടെ എല്ല് പോലെ എം വരും, ഇവിടെ എല്ല് പോലെ 1 വരും അല്ലെ. അപ്പൊ അത് എല്ലാണ് ക്വസ്റ്റ്യനിലുള്ളത്. സോ ഇൻ ദ നെക്സ്റ്റ് ടേം യു ഡു നോട്ട് ഹാവ് ടു ചേഞ്ച് ഇറ്റ് ടു എനി ഓഫ് ദ ഫോം. അവിടെ ഓൾറെഡി എം പ്ലസ് 1 ഉണ്ട്. അപ്പോ നമ്മൾ നോക്കിയതാ ഈ എം പ്ലസ് 1ഉം ഈ എം പ്ലസ് 1ഉം കോമൺ ആണ് അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് എം പ്ലസ് 1 ഈസ് എ കോമൺ ടേം. സോ വി ക്യാൻ ടേക്ക് ദാറ്റ് എം പ്ലസ് 1 ഔട്ട്സൈഡ്, സോ ദാറ്റ് വി വിൽ ഹാവ് എൽ ഹിയർ ആൻഡ് ഇവിടെ എം പ്ലസ് 1 പോയാൽ ബാക്കി എന്തുണ്ടാവും, ബാക്കി 1 ആണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് ദ ഫൈനൽ ടേം. സോ ഫൈനൽ ആൻസർ ഈസ് എം പ്ലസ് 1 ഇൻറ്റു എൽ പ്ലസ് 1, എം പ്ലസ് 1 ഇൻറ്റു എൽ പ്ലസ് 1. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈസി ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലെ. സോ ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, കോമൺ ടേം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഫാക്ടറൈസ്ഡ് ഫോം നമുക്ക് ഫൈനലി കിട്ടും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ y into y plus z plus 9 into y plus z. By just observation you can see the common term here and here. Just നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കോമൺ ടേം ആദ്യം ഔട്ട്സൈഡ് എടുത്താൽ മതി. സോ നമുക്ക് എഴുതാൻ പറ്റും y plus z is the common term and you have y here. If you take y plus z outside, you have y here and you have a 9 here. So this is going to be, അപ്പൊ ജസ്റ്റ് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടി, ഒരു ബുദ്ധിമുട്ടുമല്ല. സോ ഈസിയാണ് അല്ലെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5y square minus 20y minus 8z plus 2yz. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ ആദ്യത്തെ 2 ടേമിൽ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ടേം ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും,
5ഉം അതേപോലെ വൈയും കാണാൻ പറ്റും, ശരിയല്ലേ? ഇവിടെ ഉണ്ട് 4 × 5 അല്ലെ 20, അതേപോലെ ഇവിടെ വൈ ഉണ്ട്. ഇനി ഈ രണ്ട് ടേമിൽ z കാണാൻ പറ്റും, 2 കാണാൻ പറ്റും. ഇവിടെയും z ഉം 2 ഉണ്ട്. 2 × 4 ആണ് ആക്ച്വലി എന്ത് 8z എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഓരോ ടേമും കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു 5y നമ്മൾ എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരിക y ആണ്, കറക്റ്റ് അല്ലേ? മൈനസ് ഇവിടെ 5 × 4 ആണ് ആക്ച്വലി എന്ത് 20. സോ ഇവിടെ 5y പോയി കഴിഞ്ഞാൽ ബേസിക്കലി 4 ആണ് ബാക്കി ഉണ്ടാവുക. സോ നിങ്ങൾ നോക്കിയാൽ 5y × 4 കണ്ടോ, 5 × 4 20 -20y കറക്റ്റ് കിട്ടും. ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, എന്തായാലും നമ്മൾ ബ്രാക്കറ്റിൽ y-4 കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അല്ലെ? എന്നാലല്ലേ നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് സം പ്രോഡക്റ്റ് രണ്ട് ടേമിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ടേമിന്റെ അല്ലെ രണ്ടിലധികം ടേമിന്റെ പ്രൊഡക്റ്റുകളാണല്ലോ. സോ y-4 എന്ന് പറയുമ്പോൾ ഇവിടെ y എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇവിടെ എന്താണ് ബാക്കിയുള്ളത്, 2z ആണ് ബാക്കിയുള്ളത്, 2z ആണ് ബാക്കിയുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ 2z ബാക്കി y ഉണ്ട്. ഇനി ഇവിടെ നോക്കിയേ 2z × -4 ആണോ -8z? കണ്ടോ, പെർഫെക്റ്റ്ലി 2z × -4 ആണ് -8z, കറക്റ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. സോ നമുക്ക് പറയാൻ പറ്റും ദിസ് ഇസ് ഈക്വൽ ടു, ഇഫ് യു ടേക്ക് ദ കോമൺ ടേം y-4 ഔട്ട്സൈഡ്, y-4 നിങ്ങൾ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും y-4 × എന്താ ബാക്കിയുള്ളത്, ഇവിടെ 5y-ഉം അതേപോലെ തന്നെ ഇവിടെ ബാക്കി 2z-ഉമാണുള്ളത് അല്ലെ? സോ നിങ്ങൾ ഇപ്പൊ ജസ്റ്റ് ഫോർ ഇൻസ്റ്റൻസ് ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ y × 5y വരുന്നുണ്ട്. ഇനിയിപ്പോ ജസ്റ്റ് ഇത് നമ്മൾ ചെക്ക് ചെയ്തു, അതേപോലെ ഇനി ഇതുകൂടി ചെക്ക് ചെയ്യുക. നോക്കിയേ, ഇവിടെ -4 × എന്താ പറയാ -4 × 2z -8z, നമ്മളിപ്പോ ചെക്ക് ചെയ്ത് ഇതാണ് -8z, കണ്ടോ? ഇനിയിപ്പോ 2yz വേണോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യാ, ഈ y × 2z ചെയ്താലോ 2yz ആണ് വരിക, അത് തന്നെയാണ് ഇവിടെ ഉള്ളത് അല്ലെ? ഇനിയിപ്പോ വേണമെങ്കിൽ ഇത് രണ്ടുകൂടി മൾട്ടിപ്ലൈ നോക്കിയേ, 5 × -4 -20 -20 × y -20y, എല്ലാം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആണ്. സോ നിങ്ങൾ ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ആൻസർ കറക്റ്റ് ആണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയ ആൻസർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടണം. അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിന്റെ ഒരു സൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ 8th 1 നമുക്ക് കോമൺ ആയിട്ട് ഇവിടെ a കോമൺ ആണ് അല്ലെ? അതേപോലെ ഇവിടെ 2ന്റെ മൾട്ടിപ്പിൾ ഇത് രണ്ടും അല്ലെ, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക, നമുക്ക് നേരെ എഴുതാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു യു ക്യാൻ റൈറ്റ് 5 × 2ab പ്ലസ് 2 × 2a. ഇതാണ് ആദ്യത്തെ രണ്ട് ടേം അല്ലെ? പിന്നെ അതേപോലെ തന്നെ പ്ലസ് 5b + 2, 5b + 2 ആണ് വരിക. ഇനി നമുക്ക് ഇവിടെ ഉള്ള കോമൺ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക, ഇവിടെ കോമൺ ടേം 2a ഉണ്ട്, ഇവിടെയും 2a ഉണ്ട്. സോ ദിസ് കോമൺ ടേം 2a ഈസ് ടേക്കൺ ഔട്ട്സൈഡ്, ബാക്കി വരിക 5b ആണ് അല്ലെ? 5b + 2 പ്ലസ് അവിടെയും എന്തുണ്ട്, 5b + 2 ഉണ്ട് അല്ലെ? സോ ഈ 5b + 2 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക. ദിസ് ഇസ് ഈക്വൽ ടു 5b + 2 × 2a + 1. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. എങ്ങനെയാണ് ഇവിടെ 2a + 1 വന്നത്? ഇവിടെ 5b + 2 പോയാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ, ബാക്കി 1 ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 2a + 1. ഇത്രയാണ് ഈ പ്രോബ്ലത്തിലുള്ളത്. ഇനി നമ്മൾ 9ാമത്തെ പ്രോബ്ലത്തിലേക്കാണ് പോണത്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുക? ഇവിടെ ആദ്യത്തെ രണ്ട് ടേമിലും നിങ്ങൾക്ക് y കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും, അതേപോലെ 2 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി അടുത്ത രണ്ട് നമ്പറുകളിൽ നിങ്ങൾക്ക് 3 ആണ് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുക അല്ലേ? അപ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? ദിസ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റുക, 6xy - 9x. എന്തിനെങ്ങനെ എഴുതിയേ? ഇവിടെ എക്സിന്റെ ടേം ഉള്ള രണ്ടെണ്ണം നമ്മൾ ഒരുമിച്ച് എഴുതി, അത് കഴിഞ്ഞിട്ട് മൈനസ് എന്താ പറയാ 4y + 6 എന്ന് എഴുതി, 4y + 6.
എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഇവിടെ കോമൺ ടേം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും രണ്ട് സ്ഥലത്തും 3x കോമൺ ആണ്. അതെങ്ങനെ 3x കോമൺ ആയത്? 3 × 2 × x × y ആണിത്. ഇവിടെ 3 × 3 × x ആണ് അല്ലെ. സോ 3x പോയാൽ ഇവിടെ ബാക്കി വരിക 2y ആണ്. അപ്പൊ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ നോക്കിയേ, 3x × 2y 6xy കറക്റ്റ് അല്ലേ? മൈനസ് ഇവിടെ നമുക്ക് ബാക്കി വരിക 3 ആണ്. എന്താ കാര്യം? ഇവിടെ -3 × 3x ആണ് -9x അല്ലെ. സോ ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഉള്ളത് മൈനസ് ഇവിടെ 4y എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2y - 3 തന്നെ ഇതിന്റെ ഉള്ളിൽ വരുത്തണം. സോ അതിന് ഏത് ടേം ആണ് നിങ്ങൾ ഔട്ട്സൈഡ് കോമൺ ആയിട്ട് എടുക്കേണ്ടത് നോക്കിയാൽ മതി. സോ ഇവിടെ 2y ആണെങ്കിൽ 2 × 2y ആണ് എന്ത്? ഇവിടെ 4y വരിക അല്ലെ. നമുക്ക് പറയാം -2 × 2y ആണ് എന്ത്? -4y. ഇനി -2 × -3 എത്രയാ? -2 × -3 -2 × -3 is +6. സോ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമ്മൾ ഉദ്ദേശിച്ച പോലെ കോമൺ ടേം രണ്ട് സ്ഥലത്തും വരുന്നുണ്ട്. സോ നമുക്ക് പറയാൻ പറ്റും കോമൺ ടേം ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2y - 3 × 3x - 2. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇനി ഒന്നുകൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എങ്ങനെ? ഈ ആദ്യത്തെ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോ 6xy എന്നാണ് വരുന്നത്, അത് അവിടെ ഉണ്ട്. ലാസ്റ്റ് രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്യാം. -3 × -2 +6 എന്നാണ് വരിക. രണ്ടും കറക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോ വേണമെങ്കിൽ വേറെ ടേം മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ബാക്കി കൂടി വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയുമാണ് ഈ പ്രോബ്ലത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ 4th സെറ്റിലേക്കാണ് പോണത്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.